നമ്മുടെ നായിക വൈകിട്ട് വീട്ടിലെത്തിയ സമയത്ത് വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. രാത്രിയായിട്ടും അവരെ കണ്ടില്ല. അങ്ങനെ ഒടുവിൽ കൂട്ടുകാരിയായ കീർത്തിയെ വിളിച്ച് അവളുടെ വീട്ടിലേക്ക് നായിക പോവുകയാണ്. അങ്ങനെ നമ്മുടെ നായികയും നായകനും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം ബാധിക്കുന്നത് അവരുടെ മകളായ കാവ്യയായിരുന്നു. അങ്ങനെ കാവ്യ ഇപ്പോൾ ജീവിക്കുന്നത് ഒരാഴ്ച അച്ഛന്റെ കൂടെയും ഒരാഴ്ച അമ്മയുടെ കൂടെയുമാണ്. നായകനാകട്ടെ ഒരു പുതിയ കാർ വാങ്ങിക്കുന്നു. ആ സമയത്ത് നായികയും ഒരു ചെറിയ കാർ വാങ്ങിക്കുകയാണ്. ഇവർ തമ്മിൽ പിണങ്ങിയതിനു ശേഷം നായകനാകട്ടെ കള്ളുകൂടി തുടങ്ങിയിരുന്നു. പക്ഷെ മകൾ കൂടെ താമസിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം വളരെ നീറ്റായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാവ്യയുടെ പേരന്റ്സ് മീറ്റിംഗിന് നമ്മുടെ നായകനും നായികയും കൂടി ഒരുമിച്ച് വരികയാണ്. അങ്ങനെ പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന സമയത്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നത്. ഈ ടീച്ചറാകട്ടെ ഇവരെ കൗൺസിലിംഗ് ചെയ്തെങ്കിലും അവർ രണ്ടുപേരും അടുത്തിരുന്നില്ല. ദേഷ്യപ്പെട്ട സമയത്ത് സെന്തിൽ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ നായകന്റെ കൂടെ നമ്മുടെ കാവ്യയും നായിക വേറൊരു കാറിലും പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് കാർ ഓടിക്കുന്ന സമയത്താണ് നമ്മുടെ നായികയുടെ കാർ അപകടത്തിൽപ്പെടുന്നത്. ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ നായകനും നമ്മുടെ കാവ്യയും കൂടി നായികയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ആ സമയത്ത് കൂട്ടുകാരിയായ കീർത്തിയും അവിടേക്ക് വരികയാണ്. തലയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റൽ ബില്ലെല്ലാം അടച്ചു കഴിഞ്ഞ് നമ്മുടെ നായകനും മകളും കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ സമയത്ത് ടയേർഡായ നമ്മുടെ കാവ്യ ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നായകനും കാവ്യയുടെ മുറിയിലേക്ക് വരുന്നു. പെട്ടെന്നാണ് മുറിയിലെ തുണിയിൽ രക്തക്കറ അദ്ദേഹം കാണുന്നത്. പെട്ടെന്ന് തന്നെ കാവ്യയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്ത് അവൾ കിടക്കുന്ന സ്ഥലത്തെല്ലാം രക്തമായിരുന്നു. അതെ, അവൾ പ്രായമായി എന്ന് നായകൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ നായികയെ വിളിച്ച് ഫോൺ കൊടുക്കുകയാണ്. നായികയാകട്ടെ നമ്മുടെ കാവ്യയോട് സംസാരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മുടെ നായകന്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ ഒരു സമയത്ത് ഒരു മകൾ ആഗ്രഹിക്കുന്നത് സ്വന്തം അമ്മയുടെ പ്രസൻസ് തന്നെയാണ്. അതവളെ കൂടുതൽ സന്തോഷവതിയാക്കി. അങ്ങനെ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകളൊക്കെ കുറഞ്ഞു വരുന്നു. സ്വന്തം മകൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കേണ്ടതെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കുന്ന സമയം. ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാചകമെല്ലാം തന്നെ നമ്മുടെ നായകൻ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നു. കീർത്തി അവിടേക്ക് എത്തിയ സമയത്ത് ചായയും മറ്റു പലഹാരങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ നായകനാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകനും നായികയും തമ്മിൽ കിടക്കാനായിട്ട് പോകുന്നു. അന്നത്തെ ദിവസം ഭയങ്കര ഇടിയും മിന്നലുമുള്ള സമയമായിരുന്നു. പേടിച്ചുപോയ നമ്മുടെ കാവ്യയാകട്ടെ ആ സമയത്ത് അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് കിടക്കാനായിട്ട് വരികയാണ്. പക്ഷെ നായികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉടൻ തന്നെ അവളോട് അവിടെ നിന്ന് മാറി കിടക്കാൻ പറയുന്നു. അങ്ങനെ നായികയാകട്ടെ കാവ്യയെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ പേടിച്ചുപോയ പെൺകുട്ടിയാകട്ടെ അച്ഛനെയും കൂട്ടി അവിടെ തന്നെ കിടക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ നായികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്നും ഒന്നും അറിയാതെ പോകുന്നു. അങ്ങനെ അവൾക്ക് 13ാമത്തെ ബർത്ത്ഡേ ആയിരിക്കുകയാണ്. അച്ഛനാകട്ടെ അവൾക്ക് ഒരു സൈക്കിൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നു. ആ ബർത്ത്ഡേക്ക് ശേഷം അവർ തമ്മിൽ പഴയ പോലെ ആയിരിക്കുകയാണ്. അവരുടെ ജീവിതം അങ്ങനെ നന്നായി പോകുന്ന സമയത്താണ് ആ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ കാവ്യ മയങ്ങി വീഴുന്നു.